നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് 3.5 കിലോമീറ്റർ മാറി പൂജപ്പുര ജംഗ്ഷനിൽ മുടവുമൂളിൽ നിന്നും ഏകദേശം കുന്നപ്പുഴ പോകുന്ന വഴിക്ക് ഞാലിക്കോണം എന്ന സ്ഥലത്താണ്. 4 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് നമുക്കത് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരു മീഡിയം ബഡ്ജറ്റ് നോക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വീടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ഒരു കുറച്ച് അകത്തേക്കാണെങ്കിലും നമുക്ക് നല്ല റോഡ് സൗകര്യമുള്ള നല്ല ഒന്നാന്തരം റെസിഡൻഷ്യൽ ഏരിയ, നല്ല ഒന്നാന്തരം കരഭൂമി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ 2 വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. ഒരു ചെറിയ വണ്ടി അവിടെയും പാർക്ക് ചെയ്യാം, ഒരു വലിയ വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യാം. വണ്ടികൾ വരുന്നതിലൊക്കെ നല്ല അനായാസേന വന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുമാണ് ഇതിൻ്റെ റോഡിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് അകത്തേക്ക് കയറുമ്പോൾ നല്ല സിറ്റൗട്ട് ഏരിയ എല്ലാം നല്ലൊരു മീഡിയം ടൈപ്പ് സിറ്റൗട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡോറുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുള്ള നല്ല ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് നമുക്കൊരു TV യൂണിറ്റും അതുപോലെ തന്നെ സെറ്റ് ചെയ്തിടാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഭയങ്കരമായ വൈഡായിട്ടുള്ള വലിപ്പമുള്ള ഹോൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോർ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോർ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം സൈസിലൊന്നും യാതൊരു പ്രോബ്ലമില്ല. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ബെഡ്റൂം സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ സ്റ്റോറേജ് സ്പേസുകളായാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കൊക്കെ നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയാലും ബാത്റൂം സൈസൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അത്യാവശ്യം ഒരു വെറൈറ്റി ടൈപ്പ് കളർ പാറ്റേണിലുള്ള ടൈലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു മിനി ഓപ്പൺ കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റും. അകത്തേക്ക് കയറുമ്പോൾ നല്ല രീതിയിലേക്കുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ആവശ്യത്തിലേറെ തന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് മേടിക്കുന്നവർക്ക് ഇനി ഒരു സ്റ്റോറേജ് സ്പേസിനൊന്നും എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിമ്മിനി എല്ലാം നല്ല മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളുടെ നല്ല ഒരു ഓപ്ഷൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലുണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് ഏരിയയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ട് നല്ല രീതിയിലുള്ള മുറ്റമായിട്ടുള്ള ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നനകല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല സ്പേസസ് ഉണ്ട്. ഫ്രണ്ടിലായാലും ബാക്കിലായാലും അത്യാവശ്യം നല്ല സ്പേസ് വിട്ടിട്ടാണ് വീട് വെച്ചേക്കുന്നത്. കൊണ്ട് തന്നെ നമുക്ക് ചെറിയ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം പുറത്തൊരു സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ധാരാളമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽ പാറ്റേൺ ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിലിൽ മെറ്റലും വുഡും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ടൈപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പെയിന്റിംഗ് ഒക്കെ നോക്കിയാൽ മുകളിലേക്ക് കയറുമ്പോൾ നല്ല വിശാലമായ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ. താഴത്തെ ഹോളിനെക്കാളും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയ ആണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരാനുള്ളത്. ഹോൾ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു പ്രീമിയം ടൈപ്പായിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല മർഗോളയെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടം നല്ല രീതിയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയുള്ള വീടാണ്. ഞാൻ പറഞ്ഞു, കിഴക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വീട് ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് കൂടിയുള്ള വീട് കൂടിയാണ് ഈ വീട്. മുകളിലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂം സൈസൊക്കെ നല്ല വലിപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം സൈസ് ആയിട്ട് അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അതുപോലെ തന്നെ മുകളിലത്തെ ഇന്റീരിയർ ഡിസൈനൊക്കെ ആയാലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളായാലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അലമാരയൊന്നും ഇനി അഡീഷണൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. താഴത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയും നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെയൊക്കെ ബാത്റൂം സൈസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു പ്രീമിയം രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ബാത്റൂമും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള, അതായത് ഈ ഫസ്റ്റ് ബെഡ്റൂമിനെക്കാളും കുറച്ചുകൂടി ചെറുതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. അതും വലിപ്പത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതൊരു ഡിസൈനിന്റെ കാര്യത്തിലായാലും അത്യാവശ്യം നല്ല പ്രീമിയം ടൈപ്പ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും സ്റ്റോറേജ് അലമാരയെല്ലാം പഴകിയിട്ടുണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് മിററും ഒരു ചെറിയൊരു ഡ്രോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി എക്സ്ട്രാ കോസ്റ്റ് വേണ്ടി വരില്ല. ഇന്റീരിയർ ഡിസൈൻ വേണ്ടി വരത്തില്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഹോളിൽ നിന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ഇതാ കണ്ടില്ലേ, നല്ല വീടുകളുടെ ഒരു പർദീസാണ്. നല്ല അടുത്തൊക്കെ നല്ല അയലോക്കം വേണമെന്നുള്ളതും അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളൊക്കെ വേണമെന്നുള്ളവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം കൂടിയാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഓപ്പൺ ടൈപ്പ് ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇനി ഇതിലും വലിയ കുറച്ചും കൂടി വലിപ്പമുള്ള വീട് 4 ബെഡ്റൂമുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീട് കാണാൻ വരുമ്പോൾ ഈ കാണുന്ന വീട് അതും ഇവർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഒരു 80% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണാൻ വരുമ്പോൾ 4 BHK വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ 4 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് 3.5 കിലോമീറ്റർ ആണ്, ഏകദേശം മുടവമോട് നിന്നും ഏകദേശം ഞാലിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീഡിയോ കാണുന്നവരുടെ തന്നെ നമ്മുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തതിനെ വീഡിയോ ശ്രമിക്കുക.